ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. അപ്പോൾ ഇന്ന് ഒരു സൺഡേ ആണ്. ഒരു ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യാമെന്നാണ് ആദ്യം വിചാരിച്ചത്. പക്ഷേ നല്ല തിരക്കായിരുന്നു. രാവിലെ മുതൽ നല്ല തിരക്കായതുകൊണ്ട് തന്നെ ഡേ ഇൻ മൈ ലൈഫ് മാറ്റിയിട്ട് ഒരു ഈവനിങ് റൂട്ടീൻ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മുറ്റത്തോട് കുറച്ച് നേരം ഇറങ്ങിയിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് അച്ഛൻ നട്ടുവെച്ച കുറച്ച് ചെടികളാണ് ഇതൊക്കെ. എന്താണെന്നൊന്നും അറിയത്തില്ല. ഇതൊക്കെ ഇങ്ങനെ വെറുതെ നോക്കി കണ്ടുകൊണ്ട് നടന്നു. എല്ലാവരും നല്ല ഉറക്കമായിരുന്നു. ഞാനും ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് വൈകിട്ടൊന്ന് പുറത്തോട്ട് ഇറങ്ങിയതാണ്. അച്ഛനെ നോക്കിയപ്പോൾ അച്ഛനിവിടെ കുറച്ച് വിറകൊക്കെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടി ഒതുക്കി വെച്ചുകൊണ്ടൊക്കെ നിൽക്കുവാണ്. സാധാരണ കുട്ടീസും അച്ഛൻ്റെ കൂടെ ഇങ്ങനെ കൂടാറുള്ളതാണ്. ഇന്നിപ്പോൾ കുറച്ച് ഡാൻസ് റീൽസൊക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ടിരുന്നത് കൊണ്ട് രണ്ടുപേരും അകത്തിരിപ്പുണ്ട്. അപ്പോൾ അച്ഛൻ എന്നോട് വെള്ളമൊക്കെ എടുത്തുകൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വെള്ളമൊക്കെ കൊണ്ടുപോവുകയാണ്. അതിനിടയ്ക്കാണ് നമ്മുടെ പീലിക്കുട്ടി വന്ന് എന്തൊക്കെയോ കാണിക്കുന്നത്. പിന്നെ അച്ഛനും അവളും കൂടെയുള്ള കളിയായിരുന്നു. കുടിക്കാൻ പാടില്ല. അതൊക്കെ കഴിഞ്ഞ് നേരെ അകത്ത് കയറിയപ്പോൾ ഇവിടെ ഒരാൾ കുളിച്ചിരിപ്പുണ്ട്. അമ്മ നല്ല ഉറക്കമാണ്. അവൻ ഇതുവരെ പാട്ടൊന്നും സെലക്ട് ചെയ്ത് കഴിഞ്ഞില്ല. അതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നേരെ പിന്നെ അടുക്കളയിൽ വെച്ച് പിടിച്ചു. നല്ല വിശപ്പൊക്കെ ഉണ്ടായിരുന്നേ. നോക്കിയപ്പോൾ കുറേ ഫ്രൂട്ട്സ് ഇരിപ്പുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് പിള്ളേർക്കും കൊടുത്ത് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഗ്രേപ്സ്, ആപ്പിള്, മാതളം, പഴം, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അങ്ങനെ പീലിക്കുട്ടി ഫസ്റ്റ് വന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുവാണ്. അമ്മയും കുഞ്ഞൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി രാത്രിത്തേക്കുള്ള ഫുഡൊക്കെ ഒന്ന് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരാൾ സവാളയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സവാള പിന്നെയാണ് അരിയുന്നത്. ഇതിപ്പോൾ അമ്മയ്ക്ക് ജ്യൂസ് അടിക്കാനായിട്ട് മാതളം പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മയുടെ അടുത്ത് വന്ന് നോക്കിയപ്പോൾ അമ്മ ചിക്കനൊക്കെ എടുത്ത് ഇങ്ങനെ പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നൈറ്റ് ചിക്കൻ കറിയാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ സവാള അരിയുന്ന തിരക്കിലാണ്. എനിക്ക് ചിക്കൻ ഇല്ലാതെ ജീവിക്കാനും പറ്റൂല. ചിക്കന് പറഞ്ഞില്ലെങ്കിൽ ശക്തിയും കിട്ടൂല, ഓടാനും പറ്റൂല, ഒന്നിനും വയ്യാതെ. അതാണ് എന്റെ മീൻ കഴിച്ചാൽ ഉള്ള എല്ലാ പവറും പോണു. അഭിപ്രായം ഇത് കമന്റിൽ പറയണേ ഗൈസ്. ചിക്കൻ കണ്ട സന്തോഷത്തിൽ അവൻ്റെ സന്തോഷമൊക്കെ നമ്മുടെ അടുത്ത് പങ്കുവെച്ചിട്ട് അവൻ നേരെ അച്ഛനുമായിട്ട് TV കാണാൻ പോയിരുന്നേ. ഉച്ചയ്ക്ക് വെച്ച ചോറ് ഇരുന്നത് കൊണ്ട് തന്നെ വേറെ ഒന്നും വെക്കേണ്ടി വന്നില്ല. ചിക്കൻ കറി മാത്രം വെച്ചാൽ മതിയായിരുന്നു. അപ്പോൾ അതവിടെ അടുക്കളയിൽ സെറ്റായി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വെറുതെ എന്തിനാ എല്ലാവരും അവിടെ നിൽക്കുന്നതെന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരെ ഇവിടെ ഡ്രസ്സൊക്കെ ഒന്ന് മടക്കി വയ്ക്കാനായിട്ട് വന്നിട്ടുണ്ടേ. അമ്മയ്ക്കൊരു സഹായമാവുമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കിക്കൊണ്ട് നിൽക്കുവാണ്. എപ്പോഴും ഇങ്ങനെ വന്ന് സഹായിക്കാറൊന്നുമില്ല കേട്ടോ. ഞാനിവിടെ പണിയെടുക്കുന്നത് കൊണ്ട് തന്നെ എൻ്റെ വീട്ടിൽ പോകുമ്പോൾ എനിക്ക് ഭയങ്കര സുഖമാണ്. അത് നമ്മൾ പെൺകുട്ടികൾക്ക് എല്ലാവരും അങ്ങനെ ആയിരിക്കും അല്ലേ. കല്യാണം കഴിഞ്ഞ് നമ്മുടെ സ്വന്തം വീട്ടിലോട്ട് വരുമ്പോൾ നമ്മൾ വിചാരിക്കുക കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് എടുക്കുക. ആ ഒരു റെസ്റ്റിലാണ് ഞാൻ ഇവിടെ വരുമ്പോൾ ഭയങ്കര മടിയാണ്. അത് അമ്മ എപ്പോഴും പറയാറുണ്ട്, ഭയങ്കര മടിച്ചിയാണ്, ഒരു ജോലിയും ചെയ്യില്ല എന്ന്. ശരിയാണ് ഗൈസ്. ഞാൻ വീട്ടിൽ വരുമ്പോൾ ഭയങ്കര മടിയായിട്ട് വെറുതെ ഒന്നും ചെയ്യത്തില്ല. അങ്ങനെ ഇരിക്കും. അമ്മയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അത്യാവശ്യ സമയങ്ങളിൽ ജോലിയൊക്കെ എടുത്ത് അമ്മയെ സഹായിക്കാറുമുണ്ട്. സത്യം പറഞ്ഞാൽ മടിയൊന്നുമല്ല. ഇവിടെയും ജോലി എടുക്കണം, അവിടെയും പോയി ജോലി എടുക്കണ്ടല്ലോ. ഇവിടെ എന്തായാലും ജോലി എടുക്കുന്നത്, അപ്പോൾ അവിടെ പോയി റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ് അങ്ങനെയൊക്കെ ഇരിക്കുന്നത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ കുറേ സാരിയൊക്കെ ഉണ്ടായിരുന്നു മടക്കി വയ്ക്കാനായിട്ട്. അപ്പോൾ അതൊക്കെ എല്ലാം ഒന്ന് മടക്കി വെച്ചു. അങ്ങനെ ആ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഹോളിലോട്ട് പോയി. ചിക്കൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ലല്ലോ, അതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ വന്നപ്പോൾ അച്ഛൻ TV കണ്ടുകൊണ്ടിരിക്കുന്നു. അവളും എന്തൊക്കെയോ ജോലിയിലാണ്. അമ്മ ചിക്കൻ റെഡിയാക്കുന്ന തിരക്കിലാണ്. അപ്പോൾ നമ്മൾ അടുപ്പിലാണ് ഇന്ന് വയ്ക്കുന്നത് ചിക്കൻ കറി. അപ്പോൾ അതവിടെ ഇരുന്ന് സെറ്റ് ആവുന്നുണ്ട്. എൻ്റെ മോനാണ്ട് പൊരിക്കണം.
പിന്നെ കുറച്ച് ഉണ്ണിയപ്പമൊക്കെ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരു ഉണ്ണിയപ്പമൊക്കെ എടുത്ത് കഴിച്ചു. നമുക്കിവിടെ വന്നാൽ പിന്നെ ഫുഡ് മുഖ്യമാണല്ലോ. അതൊക്കെ കഴിച്ചു. ഇതാ ഡ്രസ്സെല്ലാം മടക്കി വെച്ചു. ഇനി അതൊക്കെ ഒന്ന് എടുത്ത് ഒതുക്കി വയ്ക്കണം. അതിൻ്റെ ഇടയ്ക്ക് ഇതാ ഇവിടെ ചിക്കൻ ഫ്രൈയും റെഡി ആവുന്നുണ്ട്. ചിക്കൻ കറിയും സെറ്റായിട്ടുണ്ട്. അപ്പോൾ അനിയത്തിയാണ് ഇന്ന് ചോറൊക്കെ കോരിത്തരുന്നത്. ചിക്കൻ വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ലിവറിനടിയാണ് ഗൈസ്. അതൊക്കെ എടുത്ത് തന്നിട്ടുണ്ട്. ഇനി അങ്ങനെ നമുക്ക് ചോറ് കഴിക്കാനായിട്ടിരിക്കാം. നല്ല ചൂട് ചിക്കനും ചോറൊക്കെ കൂട്ടി അങ്ങ് കഴിക്കാനിരിക്കുകയാണ്. എൻ്റെ കൂടെ പീലിക്കുട്ടിയും കൂടിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അതാ ചോറ് കഴിച്ചുകൊണ്ടിരിക്കുവാണേ. പീലിക്കുട്ടിയെ വീഡിയോയിലൊന്നും കാണിക്കാത്തത്, ആൾ വൈകിട്ട് നല്ല ഉറക്കമായിരുന്നു. ഉറങ്ങി എഴുന്നേറ്റ് വന്നപ്പോഴാണ് ഞാൻ ചോറുമായിട്ട് ഫ്രണ്ടിൽ ഇരിക്കുന്ന കണ്ടത്. അപ്പം നേരെ തന്നെ ചോറ് കഴിക്കാനായിട്ട് വന്നിരിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ചേട്ടനും എത്തിയിട്ടുണ്ടായിരുന്നു. രാവിലെ ക്രിക്കറ്റ് കളിക്കാനായിട്ട് പോയതാണ്. ഇപ്പോഴാണ് ഫുഡ് കഴിക്കാൻ സമയത്തിനാണ് എത്തുന്നത്. അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിക്കാനായിട്ടിരുന്നു. ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം ഇനി നേരെ വീട്ടിലോട്ട് പോകാനായിട്ട്. വീട്ടിൽ പോയാൽ പിന്നെ വേറെ പണിയൊന്നുമില്ല. പോയി കിടന്ന് നന്നായിട്ടൊന്ന് ഉറങ്ങിയാൽ മതി. അങ്ങനെ ഫുഡൊക്കെ നല്ല ആസ്വദിച്ച് കഴിച്ചിട്ട് ഞങ്ങൾ പോകാനായിട്ട് ഇറങ്ങി. വീട്ടിനടുത്തുള്ള അമ്പലത്തിൽ ഉത്സവം നടക്കുന്നത് കൊണ്ട് തന്നെ ലൈറ്റും പാട്ടും ബഹളമായിട്ട് നല്ല രസമായിരുന്നു. അങ്ങനെ ആ ഒരു വീഡിയോയും കൂടെ ഒന്ന് എടുത്തിട്ടുണ്ട്. എന്തായാലും ഉത്സവം കാണാനായിട്ട് ക്ഷേത്രത്തിലോട്ട് പോകാൻ പറ്റത്തില്ല. ഇനി കുഞ്ഞ് വന്ന് കുറേ മാസങ്ങളൊക്കെ കഴിഞ്ഞിട്ടല്ലേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെ കണ്ട് വീഡിയോ എടുത്തൊക്കെ ഇരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിതെല്ലാം കണ്ടിട്ട് വീട്ടിലോട്ട് പോവുകയാണ്. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. വീഡിയോസ് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.